എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള 3 ലെയർ സ്പഞ്ചി റെഡ് വെൽവെറ്റ് കേക്ക് വിത്ത് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ കേക്ക് ടിൻ റെഡിയാക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത്. 8 ഇഞ്ചിൻ്റെയോ 9 ഇഞ്ചിൻ്റെയോ ഇതിലേക്ക് എടുക്കാം. ഒരു പെർഫെക്റ്റ് 8 ഇഞ്ച് കേക്കിനുള്ള അളവിലാണ് നമ്മളിവിടെ കേക്ക് ബാറ്റർ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന ലെയേഴ്സിന് അല്പം കനം കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ഞാനിവിടെ 7 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടിഭാഗത്തും വശങ്ങളിലും ഓയിലോ ബട്ടറോ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ വശങ്ങളിൽ ബട്ടർ പേപ്പർ വെക്കണമെന്ന് നിർബന്ധമില്ല, അടിഭാഗത്ത് മാത്രം വെച്ചാലും മതി. ഇനി ബട്ടർ പേപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ പകരം ഓയിലോ ബട്ടറോ ബ്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദയിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്താലും മതി. 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുക്കുന്നതെങ്കിൽ 4 ഇഞ്ച് ഹൈറ്റ് ഉള്ളത് എടുക്കണം. 8 ഇഞ്ചിൻ്റെ ആണെങ്കിൽ 2.5-3 ഇഞ്ച് ഹൈറ്റ് മതി. അപ്പോൾ കേക്ക് ടിൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് മാറ്റി വയ്ക്കാം. അടുത്തതായി ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വയ്ക്കാം. അതിനായി ഒരു ബോളിലേക്ക് 1.25 കപ്പ് മൈദ, വെയിറ്റ് 157 ഗ്രാംസ്, 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 പിഞ്ച് ഉപ്പ്, 1.25 ടീസ്പൂൺ കൊക്കോ പൗഡർ, ലൈറ്റോ ഡാർക്കോ എടുക്കുക. ഇനി ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഈ പൊടികളെല്ലാം ഈവനായിട്ട് മിക്സ് ആകാൻ വേണ്ടി അരിപ്പയിലൂടെ 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇതിൽ കൊക്കോ പൗഡർ ചേർത്തിരിക്കുന്നത് കൊണ്ട് അതിൽ തരികൾ ഉറപ്പായി ഉണ്ടാവും. അതുകൊണ്ട് അരിച്ചെടുക്കാൻ മറക്കാതിരിക്കുക. അതുമാത്രമല്ല, പൊടി അരിച്ചെടുത്താൽ നമ്മുടെ കേക്ക് കൂടുതൽ ഫ്ലഫി ആയിരിക്കും. ഇപ്പോൾ ഞാനിവിടെ പൊടികളെല്ലാം കൂടി 3 പ്രാവശ്യം അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായി ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. അതിനായി ഒരു ബോളിലേക്ക് 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. തണുത്ത പാലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി റൂം ടെമ്പറേച്ചറിലോട്ടാക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ചേർക്കാം. വിനെഗറിന് പകരം നാരങ്ങാനീര് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ പാല് പിരിഞ്ഞ് ബട്ടർ മിൽക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ചേർക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി വെള്ളമൊന്നും ഇല്ലാത്ത തൈര് ചേർക്കാൻ ശ്രദ്ധിക്കണം. ഈ തൈര് ചേർക്കുന്നത് നിർബന്ധമില്ല. ഇതിന് പകരമായിട്ട് 1/4 കപ്പ് പാല് കൂടി ചേർത്താൽ മതി. അതായത് ഈ സമയത്ത് 1/2 കപ്പ് പാല് ബട്ടർ മിൽക്കാക്കി എടുക്കുക. തൈര് കൂടി ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല തിക്കായിട്ടുള്ള ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കളർ ചേർക്കാം. റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് അതിൽ ചേർക്കുന്ന കളറാണ്. സാധാ റെഡ് കളേഴ്സ് യൂസ് ചെയ്താൽ റെഡ് വെൽവെറ്റിൻ്റെ ആ കറക്റ്റ് റെഡ് കളർ കിട്ടില്ല. അതുകൊണ്ട് സൂപ്പർ റെഡ് യൂസ് ചെയ്യുക. അത് 1/2 ടീസ്പൂൺ എടുത്താൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ റെഡ് വെൽവെറ്റ് കേക്കിന് തന്നെയുള്ള കളർ വാങ്ങാൻ കിട്ടും. ഞാൻ അതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് മാറ്റി വയ്ക്കാം. കേക്ക് ബാറ്റർ തയ്യാറാക്കി തുടങ്ങാം. നിങ്ങൾ കേക്ക് അവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഈ സമയത്ത് പ്രീ ഹീറ്റ് ചെയ്യാനായി വയ്ക്കണം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. മറ്റ് കേക്കുകൾ പോലെ ഇത് കുക്കറിലും സോസ്പാനിലും ഒക്കെ തയ്യാറാക്കാം. അപ്പോൾ നിങ്ങളിൽ പലർക്കും അതെങ്ങനെയെന്ന് അറിയാമായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഞങ്ങൾ ആ രീതിയിൽ ചെയ്ത കേക്ക് വീഡിയോസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയുടെയൊക്കെ ലിങ്ക്സ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് കാണാവുന്നതാണ്. ഇതിലേക്ക് 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. വലിയ സൈസിലുള്ള 4 മുട്ട എടുക്കണം. തീരെ ചെറിയതാണെങ്കിൽ 5 എണ്ണം വരെ എടുക്കണം. എപ്പോഴും പറയുന്നത് പോലെ കേക്കിലേക്ക് ബ്രോയിലർ മുട്ട എടുക്കുക. നാടൻ മുട്ട എടുത്താൽ കൂടുതൽ സ്മെല്ല് വരും. ഇതിലേക്ക് 1.5 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർക്കാം. ഇനി ഇത് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യം ലോ സ്പീഡിൽ 2 മിനിറ്റ് ബീറ്റ് ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് മുട്ട നന്നായി പതഞ്ഞു പൊങ്ങി തുടങ്ങും. അപ്പോൾ ഈ രീതിയിൽ ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും മുട്ടയുടെ ആ ഡാർക്ക് യെല്ലോ കളർ മാറി ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലേക്ക് വരും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. 1.25 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. വെയിറ്റ് 157 ഗ്രാംസ്. പഞ്ചസാര പൊടിച്ച് ചേർക്കണമെന്ന് നിർബന്ധമില്ല. ചെറിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ മുട്ട ബീറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ അതിലേക്ക് ചേർത്ത് ബീറ്റ് ചെയ്താൽ മതി. ഈ പഞ്ചസാര മുഴുവനായിട്ട് ചേർക്കരുത്. 2-3 ടേബിൾ സ്പൂൺ വീതം പല തവണയായിട്ട് ചേർക്കണം. ഓരോ പ്രാവശ്യം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ചേർക്കുക. ഈ രീതിയിൽ മുഴുവൻ പഞ്ചസാരയും ചേർത്ത് യോജിപ്പിച്ചാൽ പിന്നെ സ്പീഡ് കൂട്ടിയിടാം. ഓരോ സ്പീഡിലും 1-2 മിനിറ്റ് വീതം ബീറ്റ് ചെയ്യുക. സ്പീഡ് കൂട്ടിയിട്ട് ഹൈ സ്പീഡ് വരെ എത്തിക്കുക.
6 തൊട്ട് 7 മിനിറ്റ് വരെ എടുക്കും ഇത് റെഡിയായി കിട്ടാൻ. പിന്നെ ഓരോരുത്തരുടെയും ബീറ്റർ അനുസരിച്ച് സമയമൊക്കെ ഒന്ന് മാറും. അപ്പോൾ ഈ ഒരു സമയത്ത് ആ ലൈറ്റ് യെല്ലോ ഷെയ്ഡും മാറി നല്ലൊരു ക്രീം കളറിലേക്ക് വരും. ഈ ഒരു രീതിയിൽ നല്ല ക്രീമി ഫ്ലഫി ടെക്സ്ചറിലാണ് വരേണ്ടത്. ഇനി ഇതിൽ നിന്നും കുറച്ച് ബാറ്റർ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്കിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പോളം ബാറ്റർ അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ചേർക്കാം. 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. ഇനി ഇത് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ രീതിയിൽ മിക്സ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് ബട്ടർ മിൽക്ക് നമ്മൾ പതപ്പിച്ചെടുത്ത മുട്ടയിലേക്ക് ചേർക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്റർ പിരിഞ്ഞു വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത്. ഇനി ഇത് നമ്മുടെ മെയിൻ ബാറ്ററിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. മുട്ട നല്ല പാകത്തിന് നമ്മൾ പതപ്പിച്ചെടുത്തിരുന്നതാണ്. അതുകൊണ്ട് ഇനി ഹൈ സ്പീഡിലൊന്നും ഇട്ട് ഓവർ ബീറ്റ് ആക്കേണ്ട കാര്യമില്ല. ബട്ടർ മിൽക്കിൻ്റെ ആ മിക്സ് ഇതിൽ നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടി ലോ സ്പീഡിൽ വളരെ സാവധാനത്തിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു സമയത്ത് ബാറ്ററിന് കളർ കുറവാണെന്ന് തോന്നിയാൽ കൂടുതൽ കളർ ചേർക്കുക. ഞാനിവിടെ 2-3 പ്രാവശ്യമായിട്ട് ബട്ടർ മിൽക്ക് മുഴുവൻ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതും 2-3 ടേബിൾ സ്പൂൺ വീതം പല തവണയായിട്ട് ചേർക്കാം. പതഞ്ഞു പൊങ്ങി നിൽക്കുന്ന ബാറ്റർ ഒട്ടും താന്നു പോകാതെ പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് ഫോൾഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഈ ഒരു മിക്സിങ്ങും വളരെ സാവധാനത്തിൽ ചെയ്യണം. ബാറ്ററിൻ്റെ ഫ്ലഫിനെസ് ഒട്ടും പോകരുത്. അങ്ങനെ പൊടി മുഴുവൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത്. ഈ ഒരു കേക്ക് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാനിൻ്റെ പകുതി ഭാഗം വരെ മാത്രമേ ബാറ്റർ ഒഴിക്കാവുള്ളൂ. ഇനി ഇതിനുള്ളിലെ എയർ ബബിൾസ് പോകുന്നതിനായിട്ട് കുറേ തവണയൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യാനായി വയ്ക്കാം. 180 ഡിഗ്രി സെൽഷ്യസ് അഥവാ 350 ഫാരൻഹീറ്റിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. കേക്ക് ബേക്കായി കിട്ടാനുള്ള സമയം നമ്മൾ എടുക്കുന്ന പാനിൻ്റെ സൈസ് അനുസരിച്ച് മാറും. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. 60 തൊട്ട് 65 മിനിറ്റ് വരെ എടുക്കും ഇത് ബേക്കായി കിട്ടാൻ. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണെങ്കിൽ 50 തൊട്ട് 55 മിനിറ്റ് വരെ എടുക്കും. അതുപോലെ 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണെങ്കിൽ 40 തൊട്ട് 45 മിനിറ്റ് വരെ എടുക്കും ബേക്കായി കിട്ടാൻ. എനിക്കിവിടെ ഒരു 65 മിനിറ്റിൽ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് പാകത്തിന് വേവായോ എന്നറിയാൻ സെൻറ്ററിൽ ഒരു സ്ക്യൂർ കുത്തി അത് ക്ലീനായി കിട്ടുന്നുണ്ടോയെന്ന് നോക്കണം. കേക്ക് ടിന്നിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം കേക്ക് ഇതിൽ നിന്നും മാറ്റാം. ഇത് നന്നായി തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ബാറ്റർ പേപ്പർ കൂടി റിമൂവ് ചെയ്യാം. ഈ ഒരു ഹൈറ്റാണ് കേക്കിന് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അടിഭാഗത്തെ ബട്ടർ പേപ്പർ കൂടി മാറ്റാം. ഇത് നല്ല പെർഫെക്റ്റായി തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. റെഡ് വെൽവെറ്റിൻ്റെ നല്ല കറക്റ്റ് കളറിൽ തന്നെയാണ് നമുക്ക് കേക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ കേക്കിൻ്റെ മുകൾ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. കേക്ക് അത്യാവശ്യം ലെവലായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എങ്കിലും മുകൾ ഭാഗത്ത് സ്വല്പം കട്ടിയുള്ള പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. അതുമാത്രമല്ല ആ പൊടി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നല്ല പെർഫെക്റ്റ് കേക്കാണ്. ഇനിയിപ്പോൾ ഈ ഒരു കേക്ക് 3 ഈക്വൽ ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു സ്കെയിൽ പിടിച്ച് 3 ഈക്വൽ പോർഷൻസ് കിട്ടുന്നത് പോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ഞാൻ ഓരോ ടൂത്ത് പിക്ക് കൊണ്ടാണ് അത് മാർക്ക് ചെയ്തിടുന്നത്. അപ്പോൾ 4 ഇടത്ത് ഈ രീതിയിൽ മാർക്ക് ചെയ്ത് ടൂത്ത് പിക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഓരോ മാർക്കിലും ഒരു കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് വിടാം. ഒത്തിരി കനത്തിലൊന്നും വേണ്ട, ഒരു 1/2 സെൻറ്റിമീറ്ററിൽ. ഇനി ഒരു നൂലെടുത്ത് നമ്മൾ കത്തി കൊണ്ട് കട്ട് ചെയ്ത ഓരോ മാർക്കിനുള്ളിൽ കൂടിയും കയറ്റി വിടാം. അങ്ങനെ നമ്മുടെ 4 മാർക്കിൽ കൂടെയും കയറി നൂല് സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ എത്തിക്കാം. ഇപ്പം നൂലിൻ്റെ 2 അറ്റവും 2 കയ്യിൽ പിടിച്ച് ഒന്ന് ക്രോസ് ചെയ്തെടുക്കാം. ഇനി വളരെ സാവധാനത്തിൽ അത് വലിച്ചു മുറുക്കാം. 2 വശങ്ങളിലേക്കും ഒരേ ലെവലിൽ പിടിച്ച് വലിച്ചു മുറുക്കണം. ഇത് നമ്മുടെ ഫസ്റ്റ് ലെയർ നല്ല പെർഫെക്റ്റായി കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നോക്കൂ, നല്ല സോഫ്റ്റ് കേക്കാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ആദ്യം ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ ലെയറിൻ്റെ മാർക്കിൽ കൂടി നൂല് കയറ്റി നേരത്തെ ചെയ്ത പോലെ തന്നെ മുറിച്ചെടുക്കാം.
അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലെയറും നല്ല പെർഫെക്റ്റ് ആയി തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ കേക്കിൻ്റെ പോർഷൻസ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് മിക്സിയിൽ ഡയറക്റ്റ് ഇട്ട് പൊടിച്ചാൽ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു പാനിലൊന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി ചൂടാക്കിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതാ ഈ രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് സോക്ക് ചെയ്യാനുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു പാനിലേക്ക് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഇതിനി നന്നായി തിളപ്പിക്കാം. 1-2 മിനിറ്റോളം തിളപ്പിക്കണം. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും 1/4 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റിവെക്കാം. അടുത്തതായി ഇനി ചെയ്യാനുള്ളത് ഫ്രോസ്റ്റിംഗ് ആണ്. സാധാരണ റെഡ് വെൽവെറ്റ് കേക്കിൽ കാണുന്നത് പോലെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ശരിക്കുള്ള ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിൽ ക്രീം ചീസും ബട്ടറും മിക്സ് ചെയ്തൊരു ക്രീമാണ് ഉണ്ടാക്കേണ്ടത്. പക്ഷേ ക്രീം ചീസ് നല്ല കോസ്റ്റ്ലിയാണ്. അതുമാത്രമല്ല നമ്മുടെ കേക്കിൽ 3 ലെയർ ഉണ്ട്. അപ്പോൾ എല്ലാ ലെയറിലും ഇത് വെക്കുമ്പോഴേക്കും ഒത്തിരി ക്രീം ആവശ്യം വരും. അതുകൊണ്ട് തന്നെ ഈ 2 ക്രീമിലേക്ക് വിപ്പിംഗ് ക്രീം കൂടി ചേർത്ത് 3 ക്രീമിൻ്റെയും കൂടെ ഒരു മിക്സ് ഉണ്ടാക്കിയാണ് നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഉപയോഗിക്കുന്ന പല ഐറ്റത്തിൻ്റെ ലിങ്ക് പലരും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒട്ടുമിക്ക ഐറ്റംസിൻ്റെയും ഷോപ്പിംഗ് ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനായി ഞാനിവിടെ ഒരു 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഇതൊന്ന് ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇത് ഒത്തിരി സമയമൊന്നും ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. റൂം ടെമ്പറേച്ചറിലുള്ളതായതുകൊണ്ട് വേഗത്തിൽ തന്നെ സോഫ്റ്റായി കിട്ടും. 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അതും ലോ സ്പീഡിലിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് സോഫ്റ്റായി കഴിഞ്ഞാൽ പിന്നെ മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു ബോളിലേക്ക് ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. 100 ഗ്രാം ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്രീം ചീസും റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം. ഇത് നമുക്ക് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ബട്ടർ സോഫ്റ്റ് ആക്കി അതേ രീതിയിൽ തന്നെ ഇതും ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് എടുക്കേണ്ടത്. അപ്പോൾ 3/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ ചേർക്കാം. അതപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഈ പഞ്ചസാര ഒന്നാകെ ചേർത്താൽ ഭയങ്കരമായിട്ട് തെറിക്കും. അതുകൊണ്ട് നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് സ്പാറ്റില കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര മുഴുവൻ ചേർത്ത് സ്പാറ്റില കൊണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബീറ്റർ കൊണ്ട് ലോ സ്പീഡിൽ 1-2 മിനിറ്റ് ബീറ്റ് ചെയ്യാം. ക്രീം ചീസും പഞ്ചസാരയും നന്നായിട്ട് യോജിക്കണം. എങ്കിലേ നമ്മുടെ ക്രീം നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിൽ ഇരിക്കത്തുള്ളൂ. അതായത് ഇപ്പോൾ നന്നായിട്ട് ക്രീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സോഫ്റ്റ് ആക്കി വെച്ചിരുന്ന ബട്ടർ ചേർക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് യോജിപ്പിക്കാം. ഇവ രണ്ടും വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്ത് ക്രീം ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നല്ല ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു ബോളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർക്കാം. ഇനി ഇത് ബീറ്റ് ചെയ്ത് തുടങ്ങാം. വിപ്പിംഗ് ക്രീം എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം, ഏതൊക്കെ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യണം, എത്ര സമയം ബീറ്റ് ചെയ്യണം എന്നൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നേരത്തെ ചെയ്ത ചോക്ലേറ്റ് റെസ്ലെച്ചസ് കേക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒന്ന് ക്രീമി ആയി തുടങ്ങിയാൽ ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഐസിങ് ഷുഗറാണ് ചേർക്കുന്നത്. ഒരു 8 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവും നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർക്കുക. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല പെർഫെക്റ്റായി തന്നെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫ് പീക്സ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരുന്ന ക്രീം ചീസ് ഇതിലേക്ക് ചേർക്കാം. ഇത് നമുക്ക് പല തവണയായിട്ടിട്ട് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ക്രീം ചീസും വിപ്ഡ് ക്രീമും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഫ്രോസ്റ്റിങ്ങിനായിട്ടുള്ള ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്ത് തുടങ്ങാം. അതിനായി ഒരു ടേൺ ടേബിളിൻ്റെ മുകളിലായിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ തുണിയോ ഒന്ന് നനച്ചിട്ട് സെൻട്രലായിട്ട് വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ വയ്ക്കുന്ന ബോർഡ് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് കേക്ക് ഒട്ടിയിരിക്കാൻ വേണ്ടി കുറച്ച് ക്രീം വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വയ്ക്കാം. ഇനി ഈ ലെയർ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. എളുപ്പത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ രീതിയിൽ കുപ്പിയിലാക്കുന്നത്. സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഇങ്ങനെ ചെയ്യുന്നത് ഓപ്ഷനിലാണ്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിന് മുകളിലായിട്ട് ക്രീം വയ്ക്കാം. അപ്പം നല്ലൊരു ഈവൻ ലെയർ കിട്ടാൻ വേണ്ടി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഐസിങ് സ്പാറ്റില കൊണ്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം.
വളരെ എളുപ്പത്തിൽ നമുക്ക് ലെവൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കേക്കിൻ്റെ സൈഡ് കൂടി ഒന്ന് ലെവൽ ചെയ്തെടുക്കണം, കാരണം ഇതിന് മുകളിൽ വയ്ക്കുന്ന ലെയറിൻ്റെ പൊസിഷൻ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാം. അതൊരു 2-3 ടേബിൾ സ്പൂൺ ഇടാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. ഇനി നമുക്ക് അടുത്ത ലെയർ വയ്ക്കാം. ആ ലെയറിലും നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്യുക. അതിന് മുകളിലായി വീണ്ടും ക്രീം വയ്ക്കുക. സ്പാറ്റില കൊണ്ട് വീണ്ടും ലെവൽ ചെയ്തെടുക്കാം. എഡ്ജസും ലെവൽ ചെയ്തെടുക്കാം. വീണ്ടും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇടാം. ലാസ്റ്റ് ലെയർ കേക്കും വയ്ക്കാം. ഇതിൻ്റെ മുകളിലും നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിക്കാം. അതിന് മുകളിലായി ക്രീം വയ്ക്കാം. ലെവൽ ചെയ്തെടുക്കാം. ഇനി സൈഡ് ഭാഗത്തു കൂടി ക്രീം വയ്ക്കാം. അത് നമുക്ക് പൈപ്പിംഗ് ബാഗിലൂടെ തന്നെ ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈവൻ ആയിട്ടുള്ളൊരു ലെയർ കിട്ടും. ഇനി സൈഡ് ഭാഗവും ഈ രീതിയിലൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം ഒന്ന് ലെവലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് സ്പാറ്റില കൊണ്ട് നന്നായിട്ടൊന്ന് ഫിനിഷിങ് വരുത്താം. ഇത് അത്ര അങ്ങ് നീറ്റായില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ സൈഡിലൂടെ ഷേപ്പുള്ള ഒരു സ്ക്രാപ്പർ കൊണ്ട് ഒന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ എഡ്ജസ് ഒന്ന് ഫിനിഷിങ് വരുത്താൻ വേണ്ടി ഐസിങ് സ്പാറ്റില കൊണ്ട് ഈ രീതിയിലൊന്ന് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ കുറച്ച് സമയമെടുത്ത് നന്നായിട്ടൊന്ന് ഫിനിഷിങ് ആക്കിയെടുക്കാം. ഇനി ഈ സ്ക്രാപ്പർ കൊണ്ട് ഈ ഒരു പാറ്റേൺ കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അതവിടെ ഇരുന്നൊന്ന് സെറ്റാകാൻ അനുവദിക്കാം. നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന കേക്ക് ഇതിൻ്റെ അടിഭാഗത്ത് ഒരു ലെയറായിട്ട് കൊടുക്കാം. അപ്പോൾ ഐസിങ് സ്പാറ്റില കൊണ്ട് ഈ രീതിയിൽ പയ്യെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ടും കേക്ക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ ഈ രീതിയിൽ ഡിസൈൻ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഗോൾഡൻ കളർ സ്പ്രിങ്കിൾസ് കൂടി ഇടുന്നുണ്ട്. ഇനി കുറച്ച് ക്രീം ബാക്കി വന്നിരുന്നു, അതുകൊണ്ട് കുറച്ച് പൂക്കൾ കൂടി വയ്ക്കാം. കുറച്ച് ക്രീം ബാക്കി വന്നിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലും കൂടി ഒന്ന് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും റെസിപ്പിയെ പറ്റിയുള്ള സംശയങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.